ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ എന്നെ മറന്നിട്ടില്ലയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കുറേ ദിവസമായി ഇപ്പോൾ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ, വേറെ ഒന്നും കൊണ്ടുമല്ല. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്ന് നിങ്ങൾക്ക് റോസിൻ്റെ പോട്ടിംഗ് മിക്സ് എങ്ങനെ ഇടുക എന്നുള്ള വീഡിയോ കാണിച്ചു തരുന്നു. പോട്ടിംഗ് മിക്സ് എങ്ങനെ റെഡിയാക്കുക എന്നുള്ള വീഡിയോ. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്ന് വീഡിയോ കാണാത്തവർക്ക് ഒന്നുകൂടി ഞാൻ പറയുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ റോസിന് മാത്രമല്ല കേട്ടോ, പൂവുണ്ടാവുന്ന എല്ലാ ചെടിക്കും ഉപയോഗിക്കാവുന്ന ഒരു പോട്ടിംഗ് മിക്സ് ആയിരുന്നു അത്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയാം. അന്ന് ഞാൻ കാണിച്ചു തന്നില്ല, പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ എന്താ അത് പോട്ടിംഗ് മിക്സ് വെച്ചെങ്കിൽ നമ്മളെ മുട്ടയുടെ തോടും ചായപ്പൊടി പേസ്റ്റ് ചായപ്പൊടി. അപ്പോൾ അതെന്താണെന്ന് വെച്ചെങ്കിൽ രണ്ടും കൂടി നന്നായിട്ട് ഉണക്കി പൊടിച്ച് അത് ഞാൻ എല്ലാ ചെടികൾക്കും ഞാൻ ഇട്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ എന്താ ഇപ്പോൾ ഇത് പറയാൻ കാരണം വെച്ചാൽ ഇട്ടിട്ട് അന്ന് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഒരു മാസം ആയിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. ഒരു മാസം അല്ലെങ്കിൽ 3 ആഴ്ച ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ നമുക്കൊന്ന് കാണാം. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ചെങ്കിൽ ഞാനൊരു അന്ന് കാണിച്ചിരുന്നില്ലേ, തക്കാളി പെട്ടിയിലൊരു കുറച്ച് ചീരയുടെ വിത്തിട്ടായിരുന്നു എന്നുള്ളത്. അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. കണ്ടില്ലെങ്കിൽ നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് ഒരാഴ്ചയും കഴിഞ്ഞൊക്കെ ഒന്ന് നല്ല ഒരു പെരിക്കോ ഒരു കൂട്ടാനുള്ളത് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. കണ്ടില്ലേ, അതിൽ വെച്ച് ചേർന്നതും ഇപ്പോൾ കണ്ടില്ലേ, ഈ ബോട്ടിൽ വെച്ച് ചേർന്ന് കണ്ടില്ലേ, നന്നായിട്ട് വന്നിട്ടുണ്ടോ. പച്ചച്ചീരയുടെ വിത്തിട്ടതാണ് കേട്ടോ. ഇത് നമ്മളെ പോട്ടിംഗ് മിക്സ് ഇട്ടതിൻ്റെ ഒരു ചെടിയാണ് കേട്ടോ, ഇട്ടായിരുന്നൊരു ചെടിയാണ് കേട്ടോ. വലിയ വലിപ്പം കണ്ടില്ലേ, എത്ര പൂവും മുട്ടും ഉണ്ടായിരുന്നു കണ്ടില്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ആ പോട്ടിംഗ് മിക്സിൻ്റെ റിസൾട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ശംഖുപുഷ്പം കണ്ടില്ലേ, എത്ര നിറയെ പൂവുണ്ടായിരുന്നു ശംഖുപുഷ്പത്തിൽ. ശംഖുപുഷ്പമല്ല, നിത്യകല്യാണി, നിറയെ പൂവുണ്ട്. ഇതിനൊക്കെ ഞാൻ ആ പോട്ടിംഗ് മിക്സ് ഇട്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ മെയിനായിട്ട് കാണിക്കേണ്ടത് പോട്ടിംഗ് മിക്സ് ഇട്ടായിരുന്നു റോസിൻ്റെതാണ് കേട്ടോ. ആ റോസിൻ്റെതാണ് കണ്ടില്ലേ നിങ്ങൾ. അന്ന് നിങ്ങൾ ഇടുമ്പോൾ നമ്മളൊന്നും മുട്ടൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ, ഞാൻ പോട്ടിംഗ് മിക്സ് ഇടുമ്പോൾ. ഇപ്പോൾ കണ്ടില്ലേ, നിറയെ മുട്ടുണ്ട് കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതൊക്കെ പൂവാണ് കേട്ടോ. ഇതൊക്കെ പോട്ടിംഗ് മിക്സ് ഇട്ടതിൻ്റെ റിസൾട്ടാണ്. നിറയെ മുട്ട്. എന്നിട്ട് വേറെ റോസിൻ്റെ കണ്ടു. ഇനി തൊട്ടിരുന്ന് നമ്മൾ നാടൻ റോസ് വെച്ച് തരുന്നതിൻ്റെ കാണിക്കാം. അല്ലേ, ഇവിടെ എത്ര മുട്ട നിൽക്കണം നോക്കി, ഒരു കൊമ്പുണ്ടല്ലേ. പക്ഷെ എന്ത് പോട്ടിങ്സിന് ഇതുമ്പിലൊരു ജാതി ഒരു കറുപ്പ് കളറിലൊരു ഇത് വരുന്നുണ്ട്. അതെന്താണെന്നല്ല, ഇതിനെന്തെങ്കിലും മരുന്നായിരിക്കലും അറിയുന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഇത് കണ്ടില്ലേ, അതുകൊണ്ട് പൂവിനൊരു ഇതില്ല കേട്ടോ. അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാനും കുറേ ശ്രമിക്കുന്നുണ്ട്. വേപ്പെണ്ണയൊക്കെ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും വലിയ റിസൾട്ട് കാണുന്നില്ല എനിക്ക്. ഇവരൊക്കെ മുട്ടുണ്ട് വേണ്ട. ഇത് കണ്ടില്ലേ, നമ്മളെ വെള്ള ജമന്തി പൂട്ടുന്നു. ഇത് നല്ല മഞ്ഞ റോസ്, ഇതൊക്കെ ഇപ്പോൾ നിറയെ മുട്ടുണ്ട് കേട്ടോ. പോട്ടിംഗ് മിക്സിൻ്റെ ഒരു റിസൾട്ടാണ് കേട്ടോ ഇത്. ഇതൊക്കെ മുട്ടാണ്. ഇത് നമ്മളെ വെള്ള റോസ് ഒരു മുട്ടുണ്ടായിട്ടുണ്ട്. ഇവർക്ക് മുട്ടുണ്ടാവുന്നുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മൾ ആ റെഡ് കളറിൽ ചെറിയ ബട്ടൺ റോസ്, അതിൻ്റെ ഇതാണ് ഉണ്ടോ. അതിലൊക്കെ നിറയെ മുട്ടുണ്ട്. ഒക്കെ നിറയെ മുട്ടകളാണ്. ആ സൈഡൊക്കെ ഉണ്ട്. ഇതുണ്ടോ, കാണുന്നുണ്ടോന്നറിയില്ല. ഇതൊക്കെ മുട്ടുണ്ട് കേട്ടോ, നിറയെ മുട്ടുണ്ടായിട്ട് ബട്ടൺ റോസിന്. അപ്പോൾ എന്താ പറഞ്ഞാൽ വെച്ചാൽ ആ പോട്ടിംഗ് മിക്സ് നല്ല റിസൾട്ട് കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ നമ്മളെ തക്കാളി ചെടി കണ്ടില്ലേ, തക്കാളി ചെടിയിൽ നിറയെ തക്കാളി ഉണ്ടാവുന്നുണ്ട് കേട്ടോ. കാണുന്നില്ലേ നിങ്ങൾക്ക്, അല്ലേ, നിറയെ തക്കാളി ഉണ്ടാവുന്നുണ്ട്. ചെറിയ തക്കാളികളൊക്കെ നിറയെ ഉണ്ടാവുന്നുണ്ട്. തക്കാളിച്ചെടി ഇതൊക്കെ, തക്കാളിച്ചെടിക്ക് ഞാൻ ഈ പോട്ടിംഗ് മിക്സ് അല്ല കേട്ടോ യൂസ്. തക്കാളി ചെടിക്കും പച്ചക്കറി ഇതിനൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിക്സ് വെള്ളം ഇതാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ കഞ്ഞിര വെള്ളം, പുളിപ്പിച്ച കഞ്ഞിര വെള്ളം, പിന്നെ ഉള്ളിത്തോല്, പച്ചക്കറിയുടെ വേസ്റ്റ് എല്ലാം കൊടുന്നിടും. ഇത് കൊടുന്നിട്ടിട്ട് ഞാൻ ഒരു 4 ദിവസം കഴിഞ്ഞ് അതെടുത്തിട്ട് അങ്ങനെ നമ്മളെ ചെടിക്കും എല്ലാ ചെടിക്കും ഒഴിച്ചുവിടും. അപ്പോൾ ഞാൻ റോസിനും ഒഴിക്കാറുണ്ട് കേട്ടോ ഈ വെള്ളം. റോസ് ചെടിക്കും ഒഴിക്കാറുണ്ട്, എല്ലാ ചെടിക്കും, മെയിനായിട്ട് പച്ചക്കറിക്ക്, എല്ലാ പച്ചക്കറിയും ഞാൻ ഈ വെള്ളമാണ് ഉപയോഗിക്കണത്.
ഞാൻ എൻ്റെ ഈ ചീരയ്ക്കും ഇതിനൊക്കെ ഞാൻ ആ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. കഞ്ഞിരവെള്ളം പുളിപ്പിച്ചതും പച്ചക്കറിയുടെ എല്ലാ വേസ്റ്റ് ഇടുന്നുണ്ട്. പിന്നെ ഉള്ളിത്തോലൊക്കെ കൊടുന്നിട്ടിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞ് അങ്ങനെ ബക്കറ്റിൽ നിറച്ച് വെച്ചിട്ട് 4 ദിവസം കഴിഞ്ഞ് എടുത്ത് എല്ലാ ചെടിക്കും ഒഴിക്കും ഞാൻ. അതിൻ്റെ റിസൾട്ടാണ് കേട്ടോ ഈ ചീരയുടെ റിസൾട്ട് കണ്ടില്ലേ. ഇതേപോലെ എനിക്ക് ചുവന്ന ചീരയുടെ വിത്ത് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതും ഇതേമാതിരി ഒരു ബാഗ് റെഡിയാക്കിയിട്ട് അതിൽ ഞാൻ വിത്തിറന്ന് വിചാരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട നമ്മളൊന്ന് ശ്രമിച്ചാൽ നമുക്ക് വേണ്ട പച്ചക്കറിയൊക്കെ നമ്മളെ വീട്ടിലുണ്ടാക്കാം. പുറത്തേക്ക് കൊടുക്കണതൊക്കെ പിന്നെ വലിയ വലിയ പച്ചക്കറി തോട്ടമൊക്കെ ചെയ്യണവർക്കേ പറ്റുള്ളൂ. നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിന് ഈ പുറത്തുനിന്നുള്ള പച്ചക്കറിയൊക്കെ വാങ്ങി നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമുക്ക് ചീരയൊക്കെ കണ്ടില്ലേ, എന്തൊക്കെയൊക്കെയോ മരുന്നടിച്ചിട്ടുള്ള ചീരയൊക്കെ കിട്ടും. ഇതിപ്പോൾ നമുക്ക് വിശ്വസിച്ച് നമുക്ക് കഴിക്കാം. കാരണം എന്താ ചെയ്തതെന്ന് നമുക്ക് അറിയാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട സാധനങ്ങൾ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇത് കാണിക്കണത് ഞാൻ. ഇപ്പം ഞാൻ ഇവിടെ കണ്ടില്ലേ കുറച്ച് മുളകിൻ്റെ വിത്തിട്ടതാണ് കണ്ടില്ലേ. നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കുമ്പോൾ കൊണ്ടുവരുന്ന മുളകിൻ്റെ വിത്തിട്ടതാണ്. എത്ര വിത്താ തെയ്യാൻ മുളച്ചനല്ലേ. കുറച്ചുകൂടി വലുതായിട്ട് ഇതൊക്കെ ഒന്ന് പറിച്ച് മാറ്റി നടണം. അപ്പോഴേക്കും ഗ്രോ ബാഗൊക്കെ റെഡിയാക്കണം. കുറേ പണിയുണ്ട്, അങ്ങനത്തെയൊക്കെ പണിയുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ഇങ്ങനെ ഒന്ന് ചെറിയൊരു ഇത് നമ്മളെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലൊക്കെ നമ്മൾ ഇതേപോലെ റെഡിയാക്കുകയാണെങ്കിൽ അവനവൻ്റെ വീട്ടിലേക്ക് വേണ്ട പച്ചക്കറി ഒരു ലേശം നമ്മളെ കൊണ്ട് കഴിയണത്. അപ്പോൾ എന്നെക്കൊണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പടർന്ന മത്തങ്ങ, കുമ്പളങ്ങ അങ്ങനത്തെ ചെടിയൊക്കെ എന്നെക്കൊണ്ട് വെക്കാൻ പറ്റില്ല. കാരണം അത് പടർത്തി വിടാനുള്ള നമുക്ക് സൗകര്യങ്ങളില്ല. ഇതാകുമ്പോൾ എന്താണ് നമുക്ക് ഈ വഴുതനങ്ങ, വെണ്ടയ്ക്കൊക്കെ ചെടിയല്ലേ, അതൊക്കെ നമുക്ക് ഒരു ബക്കറ്റിലൊക്കെ വെച്ച് നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു വഴുതനങ്ങ വെണ്ടയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സാമ്പാറിനൊക്കെ ഒരു കഷ്ണത്തിനും നമുക്ക് എവിടേക്കും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എനിക്കൊരു ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഡ്രോബാക്കൊക്കെ ഞാൻ പറയണതിലുണ്ടെങ്കിൽ ഒക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. കാരണം നമ്മളിത് ഫസ്റ്റ് തുടങ്ങണ ആൾക്കാരാണ്. യൂട്യൂബിൻ്റെ ചാനൽ തുടങ്ങി ഞാനിപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ നിറയെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് പിന്നെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അത് ഞാൻ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടി വേണം. അപ്പോൾ എല്ലാവരും എനിക്കൊരു ലൈക്ക്, ഷെയറൊക്കെ ചെയ്യണം, കമൻറ്റൊക്കെ ചെയ്യണം. അതിൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് കാണണം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.